1907 വിവിധ ചർച്ച് കൗൺസിലുകൾ ചേർന്ന് മദ്രാസിൽ ഒരു സമ്മേളനം കൂടി. തിരുവിതാംകൂർ ചർച്ച് കൗൺസിൽ, ജാഫ്ന ചർച്ച് കൗൺസിൽ, ഉത്തര തമിഴ് ചർച്ച് കൗൺസിൽ, കർണാടക ചർച്ച് കൗൺസിൽ, ആന്ധ്ര ചർച്ച് കൗൺസിൽ, ആർക്കാട് ചർച്ച് കൗൺസിൽ, കർണാടക ചർച്ച് കൗൺസിൽ, മധുരൈ ചർച്ച് കൗൺസിൽ, മലബാർ ചർച്ച് കൗൺസിൽ, മദ്രാസ് ചർച്ച് കൗൺസിൽ എന്നീ 9 ചർച്ച് കൗൺസിലുകൾ ചേർന്ന് ദക്ഷിണേന്ത്യ ഐക്യസഭയായി രൂപീകരിക്കപ്പെട്ടു. അഥവാ SIUC രൂപീകരിക്കപ്പെട്ടു. SIUC രൂപീകൃതമായതോടെ സാമൂഹിക നീതിക്കായി പോരാടാവുന്ന ഒരു ശക്തിയുള്ള ഒരു ജനസമൂഹമായി ഇത് മാറ്റപ്പെട്ടു. SIUC ഒരു സംഘടിത ശക്തി എന്ന് മഹാരാജാക്കന്മാർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ 1920കളിൽ മർദ്ദിത നിർധന വിഭാഗങ്ങൾക്ക് തെക്കൻ തിരുവിതാംകൂറിൽ സംവരണം ഏർപ്പെടുത്തിയപ്പോൾ ഈ SIUC സമുദായവും ഈ സംവരണ പട്ടികയിൽ ഇടം നേടി. എന്നാൽ 1920 മുതൽ 1930 വരെ സംവരണ പട്ടികയിൽ മാത്രം സമുദായങ്ങൾ നിലയുറപ്പിച്ചെങ്കിലും സംവരണ ആനുകൂല്യങ്ങൾ ലഭ്യമായില്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ, മുസ്ലിം, ഈഴവ സമുദായങ്ങൾ 1930 സംവരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം ആരംഭിച്ചു. വിദ്യാഭ്യാസത്തിനും ഉദ്യോഗത്തിനും തെരഞ്ഞെടുപ്പ് സംവരണവും വോട്ടവകാശവും മുഖമുദ്രയാക്കി അവർ സമരം ആരംഭിച്ചു. 1932 ഈ LMS കോമ്പൗണ്ടിൽ ഹാളിൽ വെച്ച് ക്രൈസ്തവരും മുസ്ലിമും ഈഴവ സമുദായവും ചേർന്ന് ഇവിടെ ഒരു സമ്മേളനം ആരംഭിക്കുകയും അതിൽ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തു. ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് എന്ന സംഘടനയുടെ മേൽനോട്ടത്തിൽ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. അന്നിരുന്ന ഗവൺമെന്റ് ഈ നിവർത്തന പ്രക്ഷോഭം പഠിക്കുവാനും അത് പഠിച്ച് സാമുദായിക സമുദായങ്ങൾക്ക് അവരുടെ ജന ആനുപാതിക ക്രമപ്രകാരം സംവരണം ഏർപ്പെടുത്തുവാൻ വേണ്ടി മദ്രാസ് ഹൈക്കോടതി ജഡ്ജായിരുന്ന നോക്സിനെ ചുമതലപ്പെടുത്തി. നോക്സ് പഠിച്ച് 1935 കേരള പബ്ലിക് സർവീസ് കമ്മീഷന് രൂപം കൊടുത്തു. അതിനുശേഷം ജന ആനുപാതിക ക്രമപ്രകാരം ഈഴവർക്കും മുസ്ലിമിനും സംവരണം ഏർപ്പെടുത്തി, ക്രൈസ്തവർക്കും സംവരണം ഏർപ്പെടുത്തി. 1935 ക്രമീകരിച്ച സംവരണം പിന്നെ വലിയ പ്രശ്നങ്ങളുമൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. ഭാരതം സ്വാതന്ത്ര്യമായതിനു ശേഷം ഈ സംവരണം നിർബാധം തുടർന്നുകൊണ്ടിരുന്നു. 1956 വീണ്ടും ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം വിഭജിച്ചതോടുകൂടെ SIUC വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം തമിഴ്നാട്ടിലേക്ക് മാറ്റപ്പെട്ടു. തമിഴ്നാട്ടിലേക്ക് ഒരു വിഭാഗം മാറ്റപ്പെട്ടപ്പോൾ ഗവൺമെന്റ് വീണ്ടും ഇടപെട്ടതിന് ശേഷം SIUC വിദ്യാഭ്യാസ സംവരണവും ഉദ്യോഗ സംവരണവും 1% വെട്ടിച്ചുരുക്കി. ആ 1% സംവരണം 1956 മുതൽ പിന്നെ അങ്ങോട്ട് തുടർന്നുകൊണ്ടിരുന്നു. 1970കളിൽ വീണ്ടും ജന ആനുപാതിക ക്രമപ്രകാരം സംവരണം പുനഃക്രമീകരിക്കുവാൻ ഒരു തീരുമാനമുണ്ടായി. അതിനുവേണ്ടി സംവരണം പുനഃക്രമീകരിക്കുവാൻ വേണ്ടി നെട്ടൂർ ദാമോദരൻ കമ്മീഷനെ ഏർപ്പെടുത്തി. നെട്ടൂർ ദാമോദരൻ കമ്മീഷന്റെ അശാസ്ത്രീയമായ കണ്ടെത്തലിന്റെ ഫലമായി തെക്കൻ കേരളത്തിലെ ഈ പ്രബല ജനത ജന ആനുപാതിക ക്രമപ്രകാരം ഉയർന്ന നിലയിലല്ലെന്ന് കണ്ടെത്തലിന്റെ റിസൾട്ട് കൊടുത്തു. ആ ഫലമനുസരിച്ച് സംവരണ പട്ടികയിൽ 1% വിദ്യാഭ്യാസ സംവരണവും ഉദ്യോഗ സംവരണവും ഉണ്ടായിരുന്ന SIUCയെ നീക്കം ചെയ്തു. പിന്നത്തേതിൽ 1973 നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ
മോഡറേറ്റർ കമ്മീഷണറി ആയിരുന്ന യേശുദാസ് അച്ഛന്റെ മേൽനോട്ടത്തിൽ ഒരു സംവരണത്തിന് വേണ്ടിയുള്ള ഒരു ജനമുന്നേറ്റ റാലി തിരുവനന്തപുരം പട്ടണത്തിൽ നടത്തപ്പെട്ടു. പാളയം LMS കോമ്പൗണ്ട് മുതൽ കിഴക്കേക്കോട്ട് വരെ ജനസാഗരം കൊണ്ട് നിറഞ്ഞു. ജനമുന്നേറ്റ റാലിയായി അത് ചരിത്രത്തിൽ എഴുതപ്പെട്ടു. എന്ന് മാത്രവുമല്ല, തിരുവനന്തപുരം പട്ടണം സ്തംഭിക്കപ്പെട്ടു ജനബാഹുല്യം കൊണ്ട്. അതുകൊണ്ട് തന്നെ അധികാരികൾക്ക് നഷ്ടപ്പെടുത്തിയ, മാറ്റി നിർത്തിയ സംവരണം പുനർനിർണയിച്ച് 1% വീണ്ടും നിജപ്പെടുത്തി നൽകേണ്ടി വന്നു. 1973 മുതൽ പിന്നെ കോടതി വ്യവഹാരങ്ങളും ചില പ്രശ്നങ്ങളും പല വിഭാഗങ്ങളും ഉണ്ടാക്കിയെങ്കിലും ഈ സംവരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു. അങ്ങനെ ദൈവത്തിന്റെ കൃപ നൽകിയത് കൊണ്ട് തന്നെ 2002 ദക്ഷിണേന്ത്യ സഭയ്ക്ക് തന്നെ 24 മഹാ ഇടവകയിൽ നമ്മുടെ മഹാ ഇടവകയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് ആന്റണി സർക്കാരിന്റെ കാലത്ത് നൽകപ്പെട്ടു. അതിലുള്ള കണ്ടീഷൻ എഗ്രിമെന്റ് ഇതായിരുന്നു: ദക്ഷിണ കേരള മഹാ ഇടവകയുടെ മുൻതലമുറക്കാരുടെ കണ്ണീരും കാണിക്കപ്പണത്താലും ഉണ്ടാക്കിയെടുത്ത വസ്തു, അതിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ, അതിന്റെ മാനേജ്മെന്റ് SIUC വിഭാഗക്കാരന്റെ. അതുകൊണ്ട് തന്നെ 150 സീറ്റുകൾ MBBS പഠിപ്പിക്കുമ്പോൾ അതിൽ 75 സീറ്റ് CSI SIUC കാരനെ പഠിപ്പിക്കണമെന്ന് തീരുമാനമെടുത്തു, എഗ്രിമെന്റ് വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 2002 മുതൽ 2018 വരെ ഏകദേശം 850ഓളം CSI കാരന്റെ മക്കൾമാർ ഡോക്ടർമാരായി. കൂലിപ്പണിക്കാരന്റെ മക്കളും ചെറുകിട ബിസിനസ്സുകാരന്റെ മക്കളും പാസ്റ്റർമാരുടെ മക്കളും അച്ഛന്മാരുടെ മക്കളുമൊക്കെ ഡോക്ടർ പഠനത്തിന് സാധ്യമായ ഒരവസ്ഥ സംജാതമായി. എന്നാൽ 2018 നമ്മുടേതല്ലാത്ത കാരണത്താൽ, നമ്മൾ ഭാഗഭേദമല്ലാത്ത ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ അശാസ്ത്രീയമായ റിപ്പോർട്ടിന്മേൽ നമ്മുടെ ഭാഗമായ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ സംവരണം നഷ്ടപ്പെട്ടു. 1% വിദ്യാഭ്യാസ സംവരണവും മാനേജ്മെന്റ് സീറ്റുകളും നഷ്ടപ്പെട്ടു. 1965 രൂപപ്പെട്ട നമ്മുടെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന് മേൽഗതിയില്ലാത്ത അവസ്ഥയായി. എല്ലാ രീതിയിലും ത്യജിക്കപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന ഒരു ജനതയായി നമ്മൾ മാറ്റപ്പെട്ടു. ഈ CSI തെക്കൻ കേരളത്തിലെ ഈ പ്രബല വിഭാഗത്തിന്, SIUC CSI ജനതയ്ക്ക് സമസ്ത വളർച്ചയും ഉണ്ടാകുവാനുള്ള കാരണം നമുക്ക് കാലാകാലങ്ങളിൽ ജനബാഹുല്യ പ്രകാരം നൽകപ്പെട്ട ഈ സംവരണമാണ്. ഇസ്രായേൽ ജനതയ്ക്ക് തങ്ങളുടെ വാഗ്ദത്ത ദേശമായ കനാൻ ദേശം യഹോവയായ ദൈവം നൽകിയതുപോലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കണ്ണീരും കാണിക്ക പൈസയാലും നമുക്ക് നൽകപ്പെട്ട അവകാശമാണ് നമ്മുടെ SIUC സംവരണം. ആ SIUC സംവരണം നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ് നാം ഇന്ന് നിലനിൽക്കുന്നത്. ക്രിസ്തുവിൽ പ്രിയരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കേരള മണ്ണിൽ വെറും 10,000 ജനസംഖ്യയുള്ള, അല്ലെങ്കിൽ വെറും 50-100 പള്ളികളുള്ള സഭകളെ കരുതുന്ന അധികാരവർഗം, ഭാരത മഹാരാജ്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈ തെക്കൻ കേരളത്തിലെ ഈ സൗത്ത് കേരള ഡയസിസിനെ, ദക്ഷിണ കേരള മഹാ ഇടവകയെ എന്തിനവഗണിച്ചു എന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല. ആ വലിയ സത്യം ആരും ഉൾക്കൊള്ളുവാൻ തയ്യാറായിട്ടില്ല. 652 സഭയുണ്ട് ഈ രൂപതയിൽ. ഏകദേശം 9,60,60,000 അംഗങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സഭയിൽ. എന്നാൽ വളരെ 100-നകത്ത് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, മറ്റാരുടെയും സംവരണം തട്ടിയെടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നതുമില്ല. പക്ഷെ നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് നിഷേധിച്ചുകൂടാ, നമ്മളെ അവഗണിച്ചുകൂടാ, നമ്മളെ തിരസ്കരിച്ചുകൂടാ, നമ്മളെ തുച്ഛീകരിച്ചുകൂടാ എന്ന അപേക്ഷയാണ് അധികാരവർഗത്തോട് നമുക്ക് ബോധിപ്പിക്കുവാനുള്ളത്. ഇന്ന് കേരളത്തിലോ ഭാരതത്തിലോ ആവട്ടെ,
ഒരു രൂപതയിൽ ഏറ്റവും കൂടുതൽ സഭകളുള്ളതും ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ജനസംഖ്യ ഉള്ളതും ഈ ദക്ഷിണ കേരള മഹായിടവകയിലാണെന്നുള്ള സത്യം മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് വസ്തുത. നമുക്ക് നമ്മുടെ സംഭരണം കൂടിയേ തീരൂ. നെഹെമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 19 പറഞ്ഞിരിക്കുന്നത് പോലെ വേല വലിയതാകുന്നു, നാം വേല വലിയതും വിശാലമായതുമാകുന്നു, നാം മതിൽമേൽ തമ്മിൽ തമ്മിൽ ചിതറി അകരരുത് എന്ന ഉത്തരവാദിത്വ ബോധം നമ്മളിൽ ഓരോരുത്തരിലും മാറ്റമില്ലാത്ത വചനം പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ തമ്മിലുള്ള വിമർശനം ഉണ്ടായേക്കാം, നമ്മൾ തമ്മിൽ പരസ്പരം വിമർശിക്കുകയും ആക്ഷേപിക്കുകയും കുറ്റാരോപണം ചെയ്യുകയും അപവാദ പ്രചരണങ്ങളിലാകുകയും തുച്ഛീകരിക്കുകയും തിരസ്കരിക്കുകയും എല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള സംഭരണത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കണം. ഇത് വെറും ഒരു SIUC പ്രതിനിധി സമ്മേളനം മാത്രമാണ്. 652 സഭയിലെ പ്രതിനിധികൾ മാത്രമേ ഇന്ന് പങ്കെടുത്തിട്ടുള്ളൂ. 1973 മാർച്ച് 16-ാം തീയതി യേശുദാസൻ തിരുമേനിയുടെ ആഭിമുഖ്യത്തിൽ നടന്നതുപോലെ ജനസാഗരം ഇനി കാണുവാൻ പോകുന്നതേയുള്ളൂ. ജനമുന്നേറ്റം ഇനി കാണുവാൻ പോകുന്നതേയുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ SIUC എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാൻ ഈ മഹാസഭ ആഗ്രഹിക്കുന്നു.